ഗലാത്യർ 5:3 എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നു. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തു. ഞങ്ങളോ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കാര്യം പറയുക. ഞങ്ങൾ കാത്തിരിക്കുന്നതിനാ വിശ്വാസത്താൽ നീതി ലഭിക്കും. അതെങ്ങനെ? റോമർ 5:1 വായിച്ചേ. നീതീകരണം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെ പലർക്കും വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല. അതൊന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. റോമർ 5 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ വിശ്വാസത്താലാണ് നീതീകരണം. യേശുവിന്റെ പാപത്തിലൂടെ ഭരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആ വിശ്വാസത്തിലൂടെ നമുക്ക് കിട്ടുന്ന നീതീകരണം, നമ്മുടെ വെള്ളം പാപത്തിന്റെ കടം മാറ്റപ്പെട്ടു, ശിക്ഷ മാറ്റപ്പെട്ടു, ദൈവം നമ്മെ കുറ്റവിമുക്തനാക്കി. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. ഞാനത് വിശദീകരിക്കാനായിട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാനത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. 19 ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഓരോ ദൈവത്തിന്റെ നീതി. ശ്രദ്ധിക്കണേ, 21 തൊട്ട് ആ വാക്യം വരിക. നീതീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വിശ്വാസം മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. നീതീകരണം സൗജന്യമാണ്. പാപക്കടം കൊടുത്തു തീർക്കാൻ പറ്റിയ ഒരു ധനാഢ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ബിൽ ഗേറ്റ്സോ ട്രംപിന്റെ കൂടെ വേറൊരു മനുഷ്യനുണ്ട്, കോടീശ്വരൻ, പേരങ്ങ് മറന്നുപോയി ഞാൻ. ബിൽ ഗേറ്റ്സോ, ഡൊണാൾഡ് ട്രംപോ, ബ്രൂണോ രാജാവോ, സൗദി രാജാവോ, നമ്മൾ ചെയ്ത പാപത്തിന്റെ കടം വീട്ടാൻ നമുക്ക് ആർക്കും അതിനുള്ള ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലില്ല. അതിനുള്ള വില നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് രക്ഷ സൗജന്യമായിട്ട് തരുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നീതീകരണം കിട്ടുന്ന അതുകൊണ്ടാണ്. ആ നീതീകരണത്തിന് പകരം കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആ പാപക്കടമാണ് ദൈവപുത്രൻ കൊടുത്തു തീർത്തത്. തൻ്റെ രക്തം കൊണ്ടാണ് നമ്മെ നീതീകരിച്ചത്. തൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ ദൈവരാജ്യത്തിന് യോഗ്യരാക്കി തീർത്തതെന്ന് മറന്നു പോകരുത് നമ്മൾ. ഹല്ലേലൂയ. അതിവിടെ പറയുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യം. നീതീകരണം സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ്. ഇത് വില കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഒരു ധനാഢ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഇനി ജീവിക്കാനും പറന്നു വീഴാനും പോകുന്നില്ല. ഉറപ്പിക്കുക, ലേലം ഉറപ്പിക്കുക. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മരക്ഷയോ നീതീകരണമോ വിശ്വാസത്താൽ പ്രാപിക്കാനല്ലാതെ അത് വില കൊടുത്തു വാങ്ങാൻ ഒരു ധനാഢ്യനും ഇന്ന് ഭൂമിയിലില്ല. കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുണ്ടെങ്കിലും അതൊന്നും ഇതിന് മതിയാകത്തില്ല. അതുകൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് തരുന്നത്. ഈ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് വിലയില്ലാത്തത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അവന്റെ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ലോകത്തിന്റെ മധ്യഭാഗമായ യെരൂശലേമിൽ അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. അതാ ചെയ്തത്. ഭൂമിയുടെ നടുമധ്യത്തിൽ അവനെ നിർത്തിയിരിക്കുക. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ നിർത്തിയിരിക്കുക. മരുഭൂമിയിൽ പിച്ചള സർപ്പം കടിച്ച് മരിച്ചവര് ആ സർപ്പത്തെ നോക്കിയാൽ, പിച്ചള സർപ്പത്തെ
സോറി, മോശ ഉയർത്തിയിരുന്നു. എന്തിനാ? പിച്ചള സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കുന്നവർ, പാമ്പിന്റെ കടിയേറ്റ് മരിക്കുന്നവർ ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർക്ക് എന്ത് കിട്ടും? രക്ഷ കിട്ടും. അതാണ് വചനം പറയുന്നത്, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. അത് പഴയ നിയമത്തിലെ ഒരു സാദൃശ്യ പഠനമാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുക. ഭൂമിയുടെ നടുവിൽ ഗോൽഗോഥായിൽ അവനെ ഉയർത്തിയിരിക്കുക. വിശ്വാസത്താൽ യേശുവിലേക്ക് നോക്കി നമുക്ക് രക്ഷപ്പെടാം. ഒന്ന് പറഞ്ഞാൽ മതി, ഈ യേശുക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ഉടനെ നീതീകരണം കിട്ടുക, ഓട്ടോമാറ്റിക്. ആ നീതീകരണം കാശ് കൊടുത്ത് മേടിക്കാൻ മസ്കിനോ പിന്നെ ട്രംപിനോ ബ്രൂണോ രാജാവിനോ സൗദി രാജാവിനോ ഒരു മനുഷ്യനോ അതിനുള്ള പണമില്ല. എൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ട് തരിക. അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമാണ് നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം നിന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ പിടിക്കുന്ന നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിനെ ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. അവൻ നീതീകരണം എങ്ങനെ കിട്ടുന്നത്? യേശുവിനെ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ നിന്റെ പാപക്കടങ്ങൾ മുഴുവൻ ക്ഷമിച്ചു കിട്ടുന്നു. ദൈവം നിന്നെ നീതീകരിക്കുന്നു. പ്രതിക്കൂട്ടിൽ മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിന്നെ ഏകമനുഷ്യാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിനക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഫ്രീ ആയിട്ട് നിന്നെ വിടുക. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. ഈ ഭാഗമൊക്കെ എടുത്തിട്ട് തെളിയിക്കാതെ ഒന്നും നീതീകരണം എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ദൈവമേ, എന്ത് അത്ഭുതകരമായ വചന വെളിപ്പാടാണിത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നീതീകരണം. നീതീകരണം പ്രാപിച്ചു, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം 6:19. അങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ 21-ാം വാക്യത്തിൽ അവൻ നിത്യജീവനിലേക്ക് കടക്കപ്പെടും. സ്തോത്രം. റോമർ 6:23 എന്താണ്? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. നിത്യജീവൻ വെറുതെ കിട്ടത്തില്ല. അത് കൃപാവരമാണ് നിത്യജീവൻ. അത് വെറുതെ കിട്ടത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതീകരണത്തിൽ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, യേശുവിൻ്റെ പാപത്തിലൂടെ മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. നീതീകരണം ആ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഒരായുസ് മുഴുവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. പ്ലസ് വിശുദ്ധീകരണം ഈസിക്കൽ ടു നിത്യജീവൻ. പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്ത് കിട്ടും? പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലജ്ജ. എത്ര പ്രാവശ്യം കേട്ടതാ ഇതൊക്കെ? പാപം ചെയ്യുമ്പോൾ ലജ്ജ ഈസിക്കൽ ടു ആത്മമരണം. നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം ഈസിക്കൽ ടു നിത്യജീവൻ. ഈ പൗലോസ് പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നതേ ഉള്ളൂ. എനിക്കിത് പറയാനുള്ള റൈറ്റ് ഒന്നുമില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ ഇത് കിട്ടുന്ന പഠനമായത്. പാപം ചെയ്യുമ്പോൾ ലജ്ജ, അതിൻ്റെ അവസാനം മരണം. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം, അതിൻ്റെ അന്തമാണ് നിത്യജീവൻ. അപ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാതെ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു മനുഷ്യപ്പുഴുവിനും പറ്റത്തില്ല. ഇവിടെ ട്രംപ് പറയണ പോലെ വേദപുസ്തകം സത്യമാണെന്ന് പറഞ്ഞ് പൊക്കി പിടിക്കും. ഈ ഈസ്റ്റർ വന്നപ്പോൾ പുള്ളി ഈസ്റ്ററിൻ്റെ സന്ദേശമൊക്കെ കൊടുത്തു ജനത്തിന്. ഭയങ്കര ഭക്തനാ. പക്ഷേ ഈ വചന വെളിപ്പാടൊന്നും ഉള്ളിലോട്ട് കയറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് കൊണ്ടിച്ച് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുക. യെരുശലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ട്രംപാ. ഇന്ന് കാണുന്ന ഈ നീചമായ ഈ വർഗത്തെ തുളച്ചു നിൽക്കാൻ ദൈവം ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ. രക്തദാഹികളായ മനുഷ്യരെ തുളച്ചു നിൽക്കാൻ ആരെങ്കിലും വേണ്ടേ? കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്ന
രക്തമൊഴുക്കുന്ന, നിരപരാധികളെ വേട്ടയാടുന്ന, മതത്തിൻ്റെയും ജാതികളുടെയും പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഈ നീചമായ ജാതിക്ക് ശിക്ഷമായ തിരിച്ചടി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതിലൊരുവനാണ് ട്രംപ് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അല്ല പിന്നെന്താ? അദ്ദേഹത്തിന് മുമ്പിരുന്ന ബൈഡൻ ആണെങ്കിൽ ഇതെല്ലാം നടക്കുമോ? എണീറ്റ് കിടക്കാൻ പോലും വയ്യ. പട്ടാളക്കാരുടെ കൂടെ ഇരുന്ന് പിസ്തൻ തിന്ന് വെള്ളവും കുടിച്ചിങ്ങനെ ഇരിക്കാന്നല്ലാതെ. ഇപ്പൊ ഹോർമോൺ കടലിടക്ക് അടച്ചു വെച്ചു. ലോകം മുഴുവൻ അതിന്റെ കഷ്ടത പേറുകയല്ലേ. തുറക്കാൻ ആർക്കാ പറ്റുക? ഇയാളെ കൊണ്ട് പറ്റുമായിരിക്കാം, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അല്ല, വാക്കുകൾക്കും അതിനുള്ള ശൗര്യമുണ്ടത്. ഞാൻ ഒരിക്കലും ട്രംപിനെ ന്യായീകരിക്കുകയില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നില്ല മറ്റന്നാൾ പറയുന്നത്, മറ്റന്നാൾ പറയുന്നില്ല പിന്നെ പറയുന്നത്. സുബോധം നഷ്ടപ്പെട്ട പോലെയുള്ള പ്രസ്താവനകളാണ് പുള്ളി ഇറക്കുന്നത്, ശരി. പക്ഷെ എങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അനുകൂലിക്കാതിരിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവർ. അങ്ങനെ ആ വിഷയങ്ങളുടെ കിടപ്പ്. ഞാനതിലേക്ക് അധികം പോകുന്നില്ല. അപ്പൊ ഇവിടെ നീതീകരണം വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഈ ആത്മാവിനാൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് ഈ ഘനമായ ഉപദേശങ്ങൾ ദൈവസഭയ്ക്ക് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം എടുക്കാം. അതൊന്ന് വായിച്ചാട്ട്. 12 മുതൽ 16-ന്റെ 12 മുതൽ. യോഹന്നാൻ 16-ന്റെ 12 മുതൽ. ഇനിയും ഒത്തിരി നിങ്ങളോട് പറയാനുണ്ട്, വായിപ്പാൻ നിങ്ങൾ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞത് എനിക്ക് ഒത്തിരി നിങ്ങളോട് പറയാനുണ്ട്, വായിപ്പാൻ കഴിവില്ല. എന്നാൽ ആത്മാവ് വരുമ്പോൾ ഞാൻ പറയാതെ വിട്ടാതെ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞത് മറന്നുപോയതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആത്മാവ് ഓർമ്മപ്പെടുത്തി തരും. അത് 14-25-26 ഞാൻ വായിക്കുന്നു. ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. ഇപ്പോൾ ഉപദേശിച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്താ? പറയാതെ വിട്ടതൊക്കെ ഉപദേശിച്ചു തരികയും, പറഞ്ഞത് നിങ്ങളൊക്കെ മറന്നുപോയി നിങ്ങൾ എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. മറന്നുപോയതൊക്കെ ഓർമ്മപ്പെടുത്തും, പറയാതെ വിട്ടത് പറഞ്ഞു തരും. ഇതൊരു ശക്തമായ പുതിയ നിയമ വചന വെളിപ്പാടാണ്. പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ നന്നായിട്ട് ഇത് മനസ്സിലാക്കണം. റോമർ 16-ന്റെ 12-13 വാക്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇനി വളരെ ഒത്തിരി പറയാനുണ്ട്, എന്നാൽ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ നിയമസഭയ്ക്ക് ലഭിക്കാനുള്ള വരുവാനുള്ള ആ അനുഭവങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി തരുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കർത്താവ് കണ്ടത് അവന് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ അത് എഴുതി വെച്ചു നമുക്ക് വേണ്ടി. വരുവാനുള്ളത് രൂപാന്തര ശരീരം, ഉയർപ്പ്, പുതിയ ആകാശം പുതിയ ഭൂമി, 1000 ആണ്ട് വാഴ്ച, ഇതിനെക്കുറിച്ച് ശക്തമായി പ്രതിപാദിക്കുന്ന പുതിയ നിയമ പുസ്തകമാണ് റവല്യൂഷൻ, വെളിപ്പാട് പുസ്തകം. അത് വരുവാനുള്ള കാര്യങ്ങൾ യോഹന്നാനാണ് വെളിപ്പെടുത്തി കൊടുത്തത്. മോശയ്ക്ക് വെളിപ്പെട്ടില്ല. ഒരു ചെറിയ പുകമറ പോലെ മോശയ്ക്കും പഴയ നിയമ പ്രവാചകന്മാർക്കും വെളിപ്പെട്ടു. അത് വെളിപ്പെട്ടില്ലെന്നാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ പ്രിയമുള്ളവരെ. ഇതൊക്കെ മനസ്സിലാക്കാൻ പോകാതെ നമ്മുടെ ജന്മം പാഴായിപ്പോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ജന്മം പാഴായിപ്പോ. ജന്മം ദാസന്മാരെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. എഫേസ്യർ 3-ന്റെ 1 മുതൽ. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അപ്പൊ ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ
മനുഷ്യർ കളിവായി വന്നില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർ കരിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ ഏക ശരീരസ്ഥർ വാഗ്ദത്തത്തിൽ പങ്കാളികളും എന്നുള്ളത് തന്നെ. എങ്ങാണ്ട് കിടന്ന പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന പിശാചിന്റെ അടിമനൂഹത്തിൽ കിടന്ന ജാതികളായിരുന്ന നമ്മൾ എഫേസ്യ ലേഖനം 2:2 എഴുതിയിരുന്ന പിശാചിന്റെ അടിമനൂഹത്തിൽ കിടന്ന നമ്മൾ ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളായി, ഏക ശരീരസ്ഥരായി, വാഗ്ദത്തത്തിന് പങ്കാളികളായി. ഇതെങ്ങനെ സംഭവിച്ചു? യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിലൂടെ സംഭവിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഈ വചന വെളിപ്പാടുകൾ എത്ര പേര് വിശ്വസിക്കുന്നു? പ്രസംഗം തകർത്ത് വെച്ച് നടക്കുക ഇന്ന് പലയിടങ്ങളിൽ. ഞാൻ മൊബൈലിലൊക്കെ സെർച്ച് ചെയ്ത് പല പ്രസംഗങ്ങളും കേൾക്കാറുണ്ട്. ചില സമയം ചോദിക്കും, എന്തിന് ഈ സമയം വെറുതെ കളയണം? ആ സമയം വല്ല തുണി കഴുകുകയോ വണ്ടി കഴുകുകയോ വേറെ എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വിചാരിച്ചു പോകും ചില സമയം പ്രസംഗത്തിൻ്റെ പോക്ക് കണ്ടാൽ. പ്രസംഗം നമുക്ക് ബൈബിളിലൂടെ ലഭിക്കുന്ന ഉപദേശത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ശുശ്രൂഷകന്മാർ കോഴി ചിക്കുന്ന പോലെ ചിക്കിപ്പറക്കി നമുക്ക് തരണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി വരുന്ന വിളിച്ചു പറഞ്ഞിട്ട് അത് പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നല്ല പുറത്ത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ പാസ്റ്റർ എടുത്ത് പ്രസംഗിച്ച് ആളും പേരും ഞാൻ പറയുന്നില്ല, രഹസ്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. എടുത്ത് പ്രസംഗിച്ചിട്ട് അതിൻ്റെ ബോർഡറിൽ കിടന്ന് കളിച്ചു. ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ പാസ്റ്റർ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുത്ത് പഠിപ്പിച്ചു. ഇന്ന് എൻ്റെ പ്രസംഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാകുന്നു. അപ്പം ഞാൻ വിചാരിച്ച് സന്തോഷിച്ചു. എന്തെങ്കിലുമൊക്കെ എനിക്കും നുള്ളിപ്പറക്കി എടുക്കാമല്ലോ, കോഴി നുള്ളിപ്പറക്കുന്ന പോലെ എനിക്കും പറക്കി എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാനും പേപ്പറും പേനായിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങി. എവിടെ? 17-ാം അധ്യായത്തിൻ്റെ ബോർഡറിൽ കിടന്ന് കറങ്ങി 1.5 മണിക്കൂർ തീർത്ത് നിരാശരാക്കിയിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. കുറഞ്ഞ പക്ഷം ആ 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം എനിക്ക് കിട്ടിയ വചന വെളിപ്പാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടോ. 16 വായിച്ചേ, 17-ന്റെ 6 വായിച്ചേ. ആ അപ്പൊ ഈ ചാള പിടിച്ച് കിടന്നവര് പിതാവായ ദൈവം സെലക്ട് ചെയ്ത് കൊടുത്തെന്നെങ്കിലും ഈ പാസ്റ്ററൊന്ന് പറയണ്ടേ? ഇനി എന്താ പ്രസംഗിക്കണവര്? ആ വാക്യങ്ങളൊന്നും ഒന്ന് പറയണ്ടേ? അടുത്തേ, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. ആ അവർ അറിഞ്ഞു, അവർ വിശ്വസിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവർ, അവരിൽ, അവരോ, അവരുടെ, അവർക്ക് എന്ന് എത്ര പ്രാവശ്യമുണ്ട്? 42ഓളം പ്രാവശ്യം അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. അപ്പോസ്തലന്മാരുടെ പ്രസക്തി എന്താണെന്ന് ഇന്നത്തെ പാസ്റ്റർമാരും വിശ്വാസികളും പുതിയ നിയമ വിശ്വാസിയും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് മനസ്സിലാക്കിക്കോ. ഈ വചന പ്രഘോഷണത്തിലൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മീൻ പിടിച്ച് നടത്തുന്നവരാണെന്ന് പറഞ്ഞ് അവരെ എടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. അവരെ തള്ളിക്കളഞ്ഞാൽ നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. പിന്നെ നമുക്ക് രക്ഷയില്ല, നരകമാ ബാക്കി. പിന്നെ അവർ പറയുന്ന ഉപദേശം തള്ളിക്കളയരുത്. തള്ളിക്കളഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളിക്കളയുക, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ അതിലൂടെ പിതാവിനെ തള്ളുക. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. യേശുക്രിസ്തു തന്ന വചനം യേശുക്രിസ്തുവിൻ്റെതല്ല, അത് പിതാവിൻ്റെതാണ്. പിതാവ് പുത്രന് കൊടുത്തു, പുത്രൻ അത് അപ്പോസ്തലന്മാർ കൊടുത്തു, അപ്പോസ്തലന്മാർ അത് ലോകത്തിൽ പ്രസംഗിച്ചു. അതിനെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ആത്മീയ കോളം പുഴുക്കുത്ത് പിടിച്ചു കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ ചവിട്ടി തേച്ച് കളഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യം എടുത്ത് ഒരു പഴയ പ്രസംഗം എടുത്തെൻ്റെ വാട്സപ്പിലെ കസ്റ്റമേഴ്സിന് ഇടാനിടയായി. അതിൽ അപ്പോസ്തലത്തിന്റെ പ്രാധാന്യത കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ 1 വർഷം മുമ്പ് പ്രസംഗിച്ച വിഷയമാണ്. ഇന്നലെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം വന്നു. അതുപോലെ ഒരു ശാരീരിക ക്ലേശത്തിൽ ഞാനായിപ്പോയി. അപ്പോൾ ഒരു ദിവസം ഒരു മെസ്സേജ് കട്ടായി പോകണ്ടല്ലോ എന്ന് കരുതി, ഡെയിലി ബ്രെഡ് അല്ലേ, ഞാൻ ആ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തിട്ടതാണ് ഒരു മെസ്സേജ്. വലിയ താമസവും പെട്ടെന്ന് എടുത്തിട്ടത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമായിരുന്നു. കാരണം 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിൽ ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്തവർക്ക് ആ മെസ്സേജ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടല്ല അത് അങ്ങനെ പറയുന്നത്.
അതിൻ്റെ സബ്ജക്റ്റ് അങ്ങനെ കിടക്കുക. അതുകൊണ്ടാണ് പറയും, അപ്പോസ്തലന്മാരുടെ ഉപദേശം തള്ളിക്കളഞ്ഞാൽ ദൈവത്തിന് നമ്മളെ വേണ്ട. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ള ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ അറിയാം. 2-3 മഹാന്മാർ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പ്രസംഗിച്ചിട്ടേ ബോർഡറിൽ കിടന്ന് കളിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് വചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചുമ്മാ കിടന്ന് കുറെ ബഹളം വയ്ക്കുക, വായി തോന്നൊക്കെ വിളിച്ചു പറയുക, വാചക കസർത്ത് നടത്തുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 6, 7, 8 വാക്യങ്ങൾ, അത് കഴിഞ്ഞ് 11, നീ എനിക്ക് ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. കാരണം വചനം അവരെ വരവേൽപ്പിച്ചിരിക്കുക, അതുകൊണ്ട് നീ അവരെ കാത്തുകൊള്ളണം, സാത്താൻ അവരെ തുടരുത്. അടുത്ത 14, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, പിന്നെ പറയുന്നു കൊടുത്തിരിക്കുന്നു. അടുത്ത്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും ലോകത്തിലേക്ക് അയക്കുന്നു. ഞാൻ ഇത്രയും വാക്യങ്ങളെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ പറഞ്ഞില്ലെങ്കിലും ഇത്ര മാർമികമായ വചനങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം എടുത്ത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും വാക്യങ്ങളെങ്കിലും പറഞ്ഞ് അതൊന്ന് പറഞ്ഞു കൊടുക്കാതെ ഇവരെന്നാ പ്രസംഗമാണ് നടത്തുന്നത്? എനിക്ക് മനസ്സിലായി, വ്യാജ പ്രസംഗന്മാർ ഇറങ്ങിയിട്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി പറയുന്നവരാണിത്. അപ്പോസ്തലന്മാർ പറയുന്നതിന് വിപരീതമായിട്ട് പറയുന്നവരാണ്. ഇന്റർനാഷണൽ പ്രാസംഗികന്മാരാണ്. ഇന്ന് അമേരിക്കയിലാണെങ്കിൽ നാളെ ലണ്ടനില, പിറ്റേ ദിവസം ഓസ്ട്രേലിയയില, അത് കഴിഞ്ഞ് പിന്നെ ഉഗണ്ടയിലാണ്. ഒരു ദിവസം തന്നെ 3-4 ഫ്ലൈറ്റിൽ പറന്ന് കിടക്കാന്ന് അവർ തന്നെ പറയുക. എന്തിനാണോ പോയി പറന്ന് കിടക്കുന്നത്? ഈ ചപ്പും ചവറും പറഞ്ഞ് കേൾപ്പിക്കാനല്ലേ? ഇവരെ വിളിച്ച് പ്രസംഗിക്കാനും കുറെ വിശ്വാസികൾ കിടപ്പുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കുറഞ്ഞ പക്ഷം വേദോസ്തമെങ്കിലും ഒന്ന് വായിച്ച് പഠിക്കേ. 17-ാം അധ്യായം പ്രസംഗിക്കുമ്പോൾ ആ 17-ാം അധ്യായം ഒന്ന് വായിച്ച് പഠിച്ച് ആ പ്രസംഗത്തെ ഒന്ന് വിലയിരുത്ത്. ഹല്ലേലൂയ. വാരി കോരി കൊടുക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു പാസം തരാത്ത എനിക്ക് ഒരു ചുക്കും വേണ്ട. കർത്താവ് തരുന്ന നന്മ മാത്രം എനിക്ക് മതി. അത് ആരിനോടി തന്നാലും. വഴിയെ പോകുന്നവരും പിടിക്കുന്നവരൊന്നും എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം ഹൃദയത്തിൽ ഉദ്യമിപ്പിച്ച് ഞങ്ങൾ വചനം പഠിക്കുന്നു, അതുകൊണ്ട് ദൈവദാസൻ എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് തന്നെ ഓക്കെ, സന്തോഷം. ഇല്ലെങ്കിലും സന്തോഷം. എല്ലാവരുടെയും കാശ് നമ്മുടെ പോക്കറ്റ് വരണം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എന്നാൽ പാസ്റ്റർമാർക്ക് അങ്ങനെയെല്ലാം ഉണ്ട്. വല്ലവൻ്റെ പണ്ട് പോളകലക്ഷം പറയുമായിരുന്നു, നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്വത്രാഴ്ച എൻ്റെ പോക്കറ്റിൽ വരാൻ, എൻ്റെ സ്വത്രാഴ്ച പാത്രത്തിൽ വരാനുള്ള പ്രസംഗം എനിക്കറിയാം, ഞാനത് പ്രസംഗിക്കത്തില്ല. അത് ജഡീകന്മാരാ, ലോകപ്രകാരമുള്ളവരാ, സാത്താൻ്റെ ഉപകരണങ്ങളാകും ആ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താനാ, ഏത് മനുഷ്യനെയും ദൈവരാജ്യത്തിൽ എത്തിക്കാനാ, സ്വർഗരാജ്യത്തിൽ എത്തിക്കാനാ ഞാൻ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പ്രസംഗിക്കുന്നത് അതിനു വേണ്ടിയാണ്, അല്ല കാശടിച്ചു മാറ്റാനല്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ആ 17-ാം അധ്യായത്തിൽ കുറഞ്ഞ പക്ഷം അതിൻ്റെ 6, 7, 8, 11, പിന്നെ 14 അല്ലെങ്കിൽ 17-ന്റെ 6 മുതൽ 20 വരെയുള്ള വാക്യെങ്കിലും ഒന്ന് വായിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഒരു മഹാൻ പറയുക, പൗരോഹിത്യ പ്രാർത്ഥന, പൗരോഹിത്യ പ്രാർത്ഥന, പൗരോഹിത്യ പ്രാർത്ഥന, പൗരോഹിത്യ പ്രാർത്ഥന, പൗരോഹിത്യ പ്രാർത്ഥന. ആമേൻ. ഇത് തീർന്നു, പ്രസംഗം തീർന്നു. എടാ, പൗരോഹിത്യ പ്രാർത്ഥനയിൽ അന്തർലീനമായിരിക്കുന്ന അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ആ തിരുവെഴുത്തുകൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കൂട്. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായാൽ അവർ തെറ്റിപ്പോകും. ആ തിരുവെഴുത്ത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കൂട്. യേശു കർത്താവ് 17-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ വചനം ബലമേൽപ്പിച്ചിട്ട് 18-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിലേക്ക് അക്കരെ പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, അതിൽ ശിഷ്യന്മാരും കടന്നു. അവിടെ യൂത വന്ന് യേശു പിടിക്കപ്പെടുക, യേശു പോവുക. അതോടെ മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു താൻ തെരഞ്ഞെടുത്ത വാത്സല്യ അപ്പോസ്തലന്മാർക്ക് ഉപദേശം കൊടുത്തിട്ട് 18-ാം അധ്യായത്തിൽ താൻ പിടിക്കപ്പെടുന്നു.
പിന്നെ അങ്ങോട്ടുള്ള 18, 19, 20 അധ്യായങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉയർപ്പൊക്കെ കാണാൻ കഴിയുക. മനുഷ്യരൂപത്തിൽ യേശുക്രിസ്തു ഇരുന്ന് അവസാനമായിട്ട് സംസാരിക്കുന്ന അധ്യായമാണ് ഈ 17-ാം അധ്യായം. താൻ തിരഞ്ഞെടുത്ത തൻ്റെ വാത്സല്യ ശിഷ്യന്മാർക്ക്, ഇന്നത്തെ ശിഷ്യന്മാരല്ല കേട്ടോ, ഇന്നത്തെ ശിഷ്യന്മാർ തുമ്പും വെളിവുകെട്ട ശിഷ്യന്മാരാ. വെളിവുള്ള ശിഷ്യന്മാർ ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ഞാനത് എത്ര നാളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം വെളിവുകെട്ട ശിഷ്യന്മാരാ, തുമ്പുകെട്ട ശിഷ്യന്മാരാ, തുമ്പുകെട്ട ഇടയന്മാരാ. ആ പറയുന്നതിന് ഒരു മടിയുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ കാണിക്കുമോ? 2 ഇന്റർനാഷണൽ പാസ്റ്റർമാരാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പ്രസംഗിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഇടയ്ക്ക് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുക്കൽ ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിങ്ങിൻ്റെ സബ്ജക്റ്റ് എന്താ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെന്ന്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശമില്ലേ? എങ്ങനെയാ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആകുന്നേ? ആന വലിപ്പത്തിൽ എഴുതി വച്ചിരിക്കുക സ്റ്റേജിൽ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് കോൺഫറൻസ്. എന്നോട് ചോദിച്ചു പോയില്ലേ പോലെ. ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ അറിഞ്ഞില്ലെന്ന്. അയ്യോ നഷ്ടമായി പോയല്ലോ. എന്തു പറ്റി? നല്ല സൂപ്പർ ചാപ്പാടിക്കായിരുന്നു. ചാപ്പാടിന് വേണ്ടിയായി പോകുന്നേ. എനിക്കറിയാമല്ലോ. പെരുമ്പാവൂർ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. അച്ഛൻ ബിരിയാണി ഒടിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, ബിരിയാണി തിന്നാനായിട്ട് നിങ്ങൾ ഇരിക്കല്ലേ ദൈവമക്കളെ, ദൈവവചനം കേട്ട് പഠിക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങ്. അവിടെ ഇങ്ങനെ പാസ്റ്റർമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നെ പരസ്യമായിട്ട് കളിയാക്കി. എനിക്ക് കളിയാക്കുകയല്ല, എന്നെ കൊന്നാലും എനിക്ക് വിഷയമല്ല. ഉള്ളതുള്ളതുപോലെ പറഞ്ഞങ്ങ് തീരുക എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ കാലമൊക്കെ തീരാറായിരിക്കുക. നമ്മുടെ എന്നല്ല, ഈ ലോകത്തിൻ്റെ തിരശ്ശീല വീഴാനിരിക്കുക. ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ എന്താ പറയുക, ചരമഗീതമാണ് ട്രംപ് എല്ലാം കൂടി പാടിക്കൊണ്ടിരിക്കുന്നത്. ട്രംപും ഇസ്രയേലും അമേരിക്ക എല്ലാം കൂടി ഇറാനിൽ കിടന്ന് പാടുന്ന പാട്ടുകൾ ആ ചരമഗീതമാണ്. തീരാറായി, എല്ലാം തീർന്നിരിക്കുക. ഈ യുദ്ധത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് എല്ലാവർക്കും വന്നേക്കുന്നത്. ഒരു മിസൈൽ അയക്കുമ്പോൾ ആ മിസൈലിന് എത്ര ലക്ഷം രൂപയാണ്? ആ മിസൈലിനെ പൊട്ടിക്കുന്ന പാട്രിയോട്ട് മിസൈലിന് എത്ര ലക്ഷം രൂപയാണ്? ലക്ഷങ്ങളല്ല, കോടികൾ വരും. എണ്ണിയാൽ ഒടുങ്ങാത്ത പോലെയുള്ള കോടികളുടെ നഷ്ടമാണ് ഈ യുദ്ധം കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്നത്. ഒരല്പം വിട്ടുവീഴ്ച, ഒരല്പം ക്ഷമ, ഒരല്പം ഒന്ന് ഒതുങ്ങിക്കൊടുക്കൽ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാശം വന്ന് സംഭവിക്കുമോ? ഇപ്പോഴും പറയാ ഞങ്ങൾ കൊന്നുകളെ എല്ലാത്തിനെയും നശിപ്പിച്ച് ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കത്തി തീരാറായി, അവസാനത്തെ പുകയും പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴും പറയണ എന്താ? അഹങ്കാരം. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, അഹങ്കാരികളൊക്കെയും താളടിയാകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടെ, എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായവും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിച്ചോണേ. വാക്യമൊക്കെ എഴുതി വെച്ചിട്ട് വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെപ്പോലുള്ളവരൊന്നും പോകത്തില്ല. പോയി കഴിഞ്ഞാൽ ഞങ്ങളത് ചോദിക്കുകയും ചെയ്യും. യോഗം കഴിയുമ്പോൾ അവിടെ വെച്ചൊന്നും ചോദിക്കത്തില്ല. അഡ്രസ്സ് മേടിച്ചിട്ട് ഫോൺ വിളിച്ച് ചോദിക്കും, എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയതിന് എനിക്ക് നഷ്ടപരിഹാരം തരാൻ പറയും ഞാൻ. കാരണം എനിക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ കുറേ വചനം പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല കാര്യമെന്ന് പറഞ്ഞാൽ മാർത്തയും മറിയയും യേശു വന്ന ഭവനത്തിലെ അവസ്ഥ എന്തായിരുന്നു? മറിയ വചനം കേട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല അംശമായിട്ട് തിരഞ്ഞെടുത്തു. മാർത്തയെ നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലിയിരിക്കുന്നു. അല്ല, ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നല്ല അംശം ദൈവസന്നിധിയിൽ വചനം വായിച്ച് പഠിച്ച് ധ്യാനിക്കുന്നതാ നല്ല അംശം. അതിനേക്കാൾ നല്ല അംശം ലോകത്തിൽ വേറെ ഇല്ല. എന്തൊക്കെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്താലും ശുദ്ധമായ നിർമ്മലമായ ദൈവവചനം കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് കേട്ടനുസരിക്കുന്നതാണ് നല്ല അംശം. മറ്റതൊക്കെ ചീത്ത അംശങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് വരട്ടെ പ്രിയ ദൈവമക്കളെ.
ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ 5-ാം വാക്യത്തിൽ ഞാൻ വിശ്വാസത്താൽ ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയില്ല, അഗ്രചർമ്മവുമില്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ. 7-ാം വാക്യം വായിച്ചാട്ടെ, 5:7. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ ആറ് തടുത്തു കളഞ്ഞു. ഭയങ്കരം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിപ്പാൻ ആറ് തടുത്തു കളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നത്തെ പെന്തക്കോസ്തുകാർ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരെ പോലും ഈ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി പ്രസംഗിച്ച് സത്യം അനുസരിക്കാതിരിപ്പാൻ അവരെ തടയുക ചെയ്യുന്നു, അവരെ നശിപ്പിക്കുക ചെയ്യുന്നു. വാക്യത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഗലാത്യ സഭ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് ആത്മരക്ഷയിലേക്ക് നടത്തിയ ഗലാത്യ സഭ, ന്യായപ്രമാണത്തിൻ്റെ സിംറ്റംസ് വിടാത്ത കുറേ ഗുണം പിടിക്കാത്ത പരിച്ഛേദനക്കാർ വന്ന് ന്യായപ്രമാണം കൂടി ആചരിക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുക. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്, 1, 2, 5 വായിച്ച് ഒന്ന് വായിച്ചു കൊടുത്തേ. ആ ഗ്രൂപ്പിനെ അവിടെ കാണാൻ പറ്റും നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട് പഠിക്കുന്നവർ നന്നായിട്ട് കേട്ട് പഠിച്ചോ. അങ്ങനത്തെ ഒരു സബ്ജക്റ്റായി 15-ന്റെ 1, 2. പ്രവൃത്തി 15-ന്റെ 1, 2, 5. ഹല്ലേലൂയ. യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് രക്ഷിക്കപ്പെട്ടവരാ. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് തുല്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അതുകൊണ്ട് പരിച്ഛേദനയും കൂടി ആക്കണോ രക്ഷിക്കപ്പെട്ടവനോട്. അടുത്തേ ആ ആ ആ ആ ആ ആ അന്ന് പൗലോസ് വചനം പഠിച്ചു വരും. 9-ാം പ്രവൃത്തി 9-ൽ പൗലോസ് രക്ഷിക്കപ്പെടുക. പൗലോസ് വചനം പഠിച്ചു വരിക. പൗലോസ് ഉപദേശം പറയാൻ പ്രാപ്തനായില്ല. അന്ന് ഉപദേശം പറയുന്ന ആരാ? യാക്കോബും പത്രോസുമാ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം സുന്നകദോസാ. സുന്നകദോസത്തിലെ പ്രധാന വ്യക്തികൾ പത്രോസും യാക്കോബുമാ. മീൻ പിടിച്ചു കിടന്ന പത്രോസും യാക്കോബുമാണ് അവിടെ അഭിപ്രായം പറയുന്നത്. ആ സുന്നകദോസം എന്നും പറഞ്ഞ് ഇന്നത്തെ കത്തോലിക്കർ സുന്നകദോസം നടത്തുന്നത് ഒരു ഗുണമില്ലാത്ത സുന്നകദോസ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്ന സുന്നകദോസ്, ആദ്യത്തെ സുന്നകദോസ്. അതിൻ്റെ 5-ാം വാക്യം കൂടി വായിച്ചേ, 5-ഉം 10-ഉം കൂടി വായിച്ചേ. പരീക്ഷാപക്ഷത്തിൽ നിന്നും ആ ആ ആ കണ്ടോ കണ്ടോ കണ്ടോ. പ്രവൃത്തി പുസ്തകങ്ങളുടെ ലേണിംഗ് പീരീഡാ അപ്പോസ്തലന്മാരുടെ. പല അപാകതകൾ അവർ വന്നിട്ടുണ്ട്, ശരിയാ. തിമോഥെയോസിനെ പരിശോധന കഴിപ്പിച്ച പൗലൂസാണ്, തലമൂടനം ചെയ്ത പൗലൂസാണ് പരിശോധന കഴിച്ചാൽ നീ ക്രിസ്തുവിനോട് വേർപെട്ട് പോയെന്ന് പറഞ്ഞത്. ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുമല്ലോ വണ്ടി, ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും. അതേപോലെ ആയിരുന്നു പൗലൂസ് ശിഷ്യന്മാരല്ല. എന്നാൽ ലേഖനങ്ങൾ എഴുതിയ കാലഘട്ടങ്ങൾ വന്നപ്പോൾ അവർ വചനത്തിൻ്റെ പരിജ്ഞാനം ഏറി വന്നു. ആത്മാവ് അവരെ പഠിപ്പിച്ചു. കർത്താവ് പഠിപ്പിക്കാത്തതൊക്കെ അവരെ ഗ്രഹിപ്പിച്ചു, പഠിപ്പിച്ചു. കർത്താവ് പറഞ്ഞത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈക്വൽ ടു അപ്പോസ്തല ഉപദേശം. അങ്ങനെയാണ് കിടക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങൾ എനിക്ക് നിങ്ങളുടെ ഒത്തിരി പറയാനുണ്ട്, വഹിപ്പാൻ കഴിവില്ലാത്തുള്ള കർത്താവ് പറഞ്ഞില്ല. കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്തു? ആത്മാവ് വന്നപ്പോൾ ആത്മാവ് അവരെ പഠിപ്പിച്ചു. അപ്പോഴാണ് കാര്യങ്ങളുടെ വ്യക്തത കിട്ടിയത്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ട വാക്യത്തിൽ പരിശുദ്ധമായി കാത്തിരിക്കണം, ആത്മാവ് പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ സാക്ഷികളാകാൻ. ചുമ്മാ ചാടിക്കയറി പോകരുത്. പരിശുദ്ധാംശയം പ്രാപിക്കാത്ത ഒരൊറ്റ എണ്ണം പുസ്തകം കൈകൊണ്ട് തൊട്ടേക്കരുത്. തറ വെച്ചിട്ട് വേറെ ജോലിക്ക് പൊക്കോണം. ഞാനൊരു കർത്താവിൻ്റെ ദാസൻ ആധികാരികമായിട്ട് പറയുക. അഭിഷേകം പ്രാപിച്ച ആത്മനിറ ഉള്ളവർക്കേ വചനം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്കേ വചനം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അവരെ വചനം പ്രസംഗിക്കാവുള്ളൂ. ഇല്ല, ദുരാത്മാവ് കയറിയവനൊക്കെ ഇന്ന് കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷത്തിൽ മുങ്ങിക്കിടക്കുക എന്ന് സഭ. ഞാൻ വളരെ കർക്കശമായി പറയുക. അതൊക്കെ കേട്ട് ഗ്രഹിക്കാവുന്നവർ ഗ്രഹിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ആത്മീയ ഗോളം പുഴുക്കുത്തി പിടിച്ച് കിടക്കുക. കച്ചവട ചരക്കായി മാറി. രാഷ്ട്രീയ ഗോളത്തേക്കാൾ അതപ്പതിച്ച് കിടക്കുക. ഇത് എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചിട്ട് അതും കൊണ്ടങ്ങ് ഓടിയേക്കുക. പുതിയ ശിഷ്യൻ അരുതെന്ന പുസ്തകം പറയുന്നേ.
ഒരു 10-50 വയസ്സെങ്കിലും ആവാണ്ട് ശുശ്രൂഷ ഏൽക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന്, വചനം ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ടവരിൽ നിന്നും ഒരു 5-10 വർഷമെങ്കിലും കൂടെ നടന്ന് പഠിക്കണം, ഉപദേശം പഠിക്കണം. നീ നിന്നെ സൂക്ഷിക്കുക, ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിൻ്റെയും പ്രസംഗം കേൾക്കുന്ന രക്ഷിക്കും. അപ്പോൾ ഉപദേശം എന്തായിരിക്കണം? പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം.